പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വലിയ നോമ്പിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. കർത്താവിന്റെ ഈ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന ഏറെ പരിചിതമായ ഈശോ സക്കേവൂസിന്റെ ഭവനത്തിലെത്തുന്ന സംഭവമാണ്. ഹൃദയ പരിവർത്തനവും തുടർന്ന് ഈശോയെ അനുഗമിക്കലും വ്യക്തമാക്കി തരുന്ന സുവിശേഷ ഭാഗമാണിത്. ഏറെ ആത്മീയ പ്രാധാന്യമുള്ള ആത്മീയ ഉൾക്കാഴ്ചകൾ ഉൾക്കൊള്ളുന്ന ഈ തിരുവചന ഭാഗത്ത് ഏതാനും പ്രാർത്ഥനാ ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. സക്കേവൂസ് എന്ന ധനികനും പ്രമാണിയുമായ ആ ഒരു പ്രധാനിയിൽ നിന്ന് അബ്രാഹത്തിന്റെ പുത്രനിലേക്കുള്ള മാറ്റമാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. ഈശോയ്ക്ക് വേണ്ടി എടുക്കുന്ന ഏതൊക്കെ അധ്വാനങ്ങളും നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ 10 മടങ്ങ് വലിയ നന്മയാക്കി ഈശോയ്ക്ക് തിരിച്ചു തരാൻ സാധിക്കുമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. സക്കേവൂസ് ഒന്ന് കാണാൻ മാത്രം ആഗ്രഹിച്ചു. സക്കേവൂസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന, അവനെ പേരെടുത്ത് വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ അഭിനന്ദിച്ച് അംഗീകരിച്ച് അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന 10 മടങ്ങ് വലിപ്പമുള്ള റിവാർഡ്, സമ്മാനം അവന് തിരിച്ചു കിട്ടുന്നു. ദൈവം ഒരു മനുഷ്യനെ തൊടുന്നു എന്നതിന്റെ അടയാളം അയാൾ തന്റെ സഹജീവികളോട് കൂടുതൽ കരുണയോടെ പെരുമാറാൻ തുടങ്ങുന്നു എന്നതിലൂടെ നമുക്കറിയാം. ഇവിടെ സക്കേവൂസ് ഈശോയെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോൾ മറ്റ് പ്രചോദനങ്ങളൊന്നുമില്ലാതെ സക്കേവൂസിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം നേരിട്ട് പറയുന്ന കാര്യം, ഇതാ ഞാൻ എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. സഹോദരനെ കുറിച്ചുള്ള ചിന്തയിലേക്ക് വരുന്നു. വീണ്ടും ദൈവം എന്ന സ്വത്തിനെയും സന്തോഷത്തെയും കിട്ടിക്കഴിയുമ്പോൾ അതുവരെ തന്റെ സമ്പാദ്യമായി കരുതിയിരുന്നതെല്ലാം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനുള്ളതാണെന്ന ബോധ്യം കിട്ടുന്നു. സക്കേവൂസ് ഈശോ ആവശ്യപ്പെടാതെ തന്നെ ഈശോയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതുവരെ സമ്പാദിച്ച സ്വത്ത് അപ്രസക്തമാണെന്ന് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണെന്ന് കരുതി അവർക്ക് കൊടുക്കാൻ തയ്യാറാകുന്നു. സക്കേവൂസിന്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം നോമ്പുകാലത്തിന്റെ ചൈതന്യം തന്നെയാണ്. 3 വിധ ബന്ധങ്ങൾ സക്കേവൂസ് ശരിയാക്കുന്നു. സന്തോഷത്തോടെ ഈശോയെ സ്വീകരിച്ച് ദൈവത്തോട് അനുരൂപപ്പെടുന്നു. അവന്റെ ഉള്ളിൽ അവനോട് തന്നെ അവനൊരു പാപബോധം തോന്നുന്നു. ഞാൻ ഇത്രയും കാലം ചെയ്തത് ശരിയായില്ല. അതുകൊണ്ട് തന്നെ അവന്റെ സഹോദര ബോധം ഉണരുന്നു. അവൻ തനിക്കുള്ള സമ്പത്തൊക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ തയ്യാറാകുന്നു. ദൈവത്തോടും അവനവനോടും സഹോദരങ്ങളോടും പുതിയ ബന്ധത്തിലേക്ക് എത്തിച്ചേരുന്ന സക്കേവൂസിനെ നമ്മൾ കാണുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പുതിയ പ്രഭാതത്തിൽ കർത്താവിന്റെ ഈ ദിവസത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്കും ഈ നോമ്പ് കാലത്ത് ഈശോയെ പ്രത്യേകമാവിധം ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ഞങ്ങളുടെ ജീവിതാവസ്ഥയുടെ സത്യാവസ്ഥ മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്കുള്ള നന്മകൾ വിതരണം ചെയ്ത് സഹോദരങ്ങളെ കുറിച്ചുകൂടി ചിന്തിക്കുന്ന പരിവർത്തനം, ഹൃദയ പരിവർത്തനം വന്ന വ്യക്തികളായി മാറുവാനും ഞങ്ങളെ ഈ നോമ്പ് കാലത്ത് അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹപൂർണമായ നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.